ഹലോ, ഇന്നത്തെ ടോപ്പിക്ക് ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി അല്ലേ? അതായത് ഒരു കർവ്ഡ് ലെവൽ റോഡിലൂടെ എങ്ങനെയാണ് ഒരു കാറ് പോവുക അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ സൈക്കിൾ പോവുക എന്നല്ല നമ്മൾ കണ്ടു. പക്ഷെ അവിടേക്ക് ഒരു വലിയ വാഹനം വരികയാണ് അല്ലേ? കാറിന്റെ ഒരു വലിയ വാഹനമാണ് അല്ലേ? സൈക്കിളും ബൈക്കൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാറ്, ലോറി, ബസ് ഇങ്ങനത്തെ വലിയ വാഹനങ്ങളാണ് ഒരു ടേണിംഗ് നെഗോഷിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അവിടെ നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലാതെ ആ ടേണിംഗ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ആ ടേണിംഗ് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടണം. അപ്പൊ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവരുടെ ഈ ടേണിംഗ് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടയറും റോഡും തമ്മിൽ ഒരഞ്ഞിട്ടാണ് അവിടുന്ന് ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടുന്നത്, ഫ്രിക്ഷൻ വഴിയാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ അവിടെ എന്തിന്റെ പ്രശ്നമുണ്ട്? ടയർ പെട്ടെന്ന് ടയറിന് തേയ്മാനം സംഭവിക്കുക, വിയർ ആൻഡ് ടിയർ ഓഫ് ദി ടയർസ് അല്ലേ? തേഞ്ഞു പോവുക ടയർ. അതത്ര ഒരു എക്കണോമിക്കലായ കാര്യമാണോ? ഓരോ ടേണിംഗ് നെഗോഷിയേറ്റ് ചെയ്ത് പോകുമ്പോഴും ടയറിന്റെ നല്ലൊരു ഭാഗം ഒരഞ്ഞ് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ടേണിംഗ് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വാഹനം ചെരിയുന്നത് വഴി കിട്ടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ അഡ്വാൻറ്റേജും അല്ലെ ഉപയോഗപ്പെടുത്താൻ ആലോചിക്കണം. അതായത് എന്താ, ഇന്നലെ സൈക്കിള് ടേൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? സൈക്കിള് ഇന്നർ റേഡിയസിലേക്ക് ചെരിച്ചു. അപ്പൊ അതിന്റെ നോർമലിന്റെ ഒരു കമ്പോണന്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ കണ്ടത്. അതേമാതിരി വലിയ വാഹനങ്ങളും ടേണിംഗ് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവര് ഇന്നർ റേഡിയസിലേക്ക് ചെരിഞ്ഞാൽ അല്ലെ, ചെരിക്കാൻ നമുക്ക് പറ്റിയാൽ, നോർമലി ചെരിയോ? ഇല്ല, സൈക്കിൾ ഇരിക്കണ മാതിരി കാറോ ലോറിയോ ഒന്നും ചെരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അവർ ടേണിംഗ് വരുന്ന സമയത്ത് ഈ വാഹനങ്ങളും ചെരിഞ്ഞാൽ അവർ ചെരിയുന്നത് കൊണ്ട് അവരുടെ നോർമൽ ചെരിയും, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നോർമൽ റിയാക്ഷൻ ചെരിയും അല്ലെ? അപ്പൊ അതിന്റെ ഒരു കമ്പോണന്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ മതി അല്ലെ? അപ്പൊ ഫ്രിക്ഷന്റെ റോള് കുറയും, ആ ടയറിനുള്ള തേയ്മാനം സംഭവിക്കുന്നത് കുറയും. പക്ഷെ അതെങ്ങനെ ചെയ്യാം? അങ്ങനെ ആയാൽ നന്നായിരുന്നു. പക്ഷെ അതെങ്ങനെ ചെയ്യും? വാഹനങ്ങളെ ചെരിക്കാൻ അവരെ നേരിട്ട് ചെരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവര് ഏത് റോഡിലൂടെയാണോ പോകുന്നത് റോഡാണ് ചെരിച്ചാൽ മതി അല്ലേ? നമ്മൾ അതിനാണ് ബാങ്കിങ് ഓഫ് റോഡ് അറ്റ് കർവ്സ്, കർവുകളിൽ, വളവുകളിൽ റോഡുകളെ ചെരിച്ച് നിർമ്മിക്കാം അല്ലെ? ഇന്നർ റേഡിയസിനെ അപേക്ഷിച്ച് ഔട്ടർ റേഡിയസിലേക്ക് ഉയർത്തി നിർമ്മിക്കാം. എന്താ ഇതേമാതിരി ഇന്നർ റേഡിയസിനെ അപേക്ഷിച്ച് ഔട്ടർ റേഡിയസിലേക്ക് ഇങ്ങനെ ഉയർത്തി നിർമ്മിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കയറി നിൽക്കുന്ന വാഹനത്തിന് എന്ത് സംഭവിക്കും? റോഡ് എത്ര ആംഗിളിലൂടെയാണോ, ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ എന്ന് വിളിക്കാം, എത്ര ആംഗിളിലൂടെയാണോ റോഡിനെ ബാങ്ക് ചെയ്ത് ഉണ്ടാക്കിയത് അത്രയും ആംഗിളിലൂടെ അതിന്റെ മുകളിൽ പോകുന്ന വാഹനവും ഇന്നർ റേഡിയസിലേക്ക് ചെരിയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ നോർമലും അത്രയും ഡിഗ്രി ചെരിയും അല്ലെ? ഇവിടെ കാണാണ്ട് ഇതാണ് തീറ്റ, ആംഗിൾ ഓഫ് ബാങ്കിങ് എങ്കിൽ അതിൽ നിൽക്കുന്ന ഒരു വാഹനത്തിനും അതിന്റെ നോർമൽ തീറ്റ ഡിഗ്രി ചെരിയും അല്ലെ? അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി എന്ത് സംഭവിക്കും? നോർമലിന്റെ സൈൻ തീറ്റ കമ്പോണന്റിന് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തൂടെ? അപ്പൊ നമുക്ക് നോക്കാം, ഫ്രിക്ഷൻ അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇവിടെ ഫ്രിക്ഷനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് ഫ്രിക്ഷൻ ഉള്ള കേസും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഫ്രിക്ഷൻ എത്ര ഒഴിവാക്കിയാലും അത് പറ്റ പോവോ? ഇല്ല, അതിനൊരു റോഡ് അവിടെ വരും. തൽക്കാലം അത് ഇല്ല. വെറും ഈ ചെരിവ് കൊണ്ട് റോഡ് ബാങ്ക് ചെയ്തപ്പോ അല്ലെ, തീറ്റ ഡിഗ്രി കൂടെ റോഡ് ബാങ്ക് ചെയ്തപ്പോ അതിന്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്ന വെഹിക്കിളും അതിന്റെ നോർമലും തീറ്റ ഡിഗ്രി ചെരിഞ്ഞു അല്ലെ? അപ്പൊ നോർമലിന്റെ കമ്പോണന്റ് കൊണ്ട് മാത്രമാണ്, നോർമലിന്റെ കമ്പോണന്റ് കൊണ്ട് മാത്രമാണ് എന്ത് കിട്ടിയതെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടിയതെങ്കിൽ, ഫ്രിക്ഷൻ അവിടെ ഒരു റോഡും ഇല്ലാതെങ്കിൽ എത്ര വെലോസിറ്റി പരിധിയിൽ അതിൽ ട്രാവൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? ഇന്നലത്തെ ഏതിന്റെ കേസ് മാതിരി ആയിരിക്കും? സൈക്കിളിന്റെ കേസ് മാതിരി ആയിരിക്കും. അവിടെ സൈക്കിൾ തീറ്റ ഡിഗ്രി ചെരിച്ചാലും ഇവിടെ റോഡ് ചെരിച്ചിട്ട് ഒരു കാറ് തീറ്റ ഡിഗ്രി ചെരിഞ്ഞാലും സംഭവിക്കുന്നത് എന്താ? നോർമൽ ഓഫ് ദ വെഹിക്കിൾ അല്ല, നോർമൽ ടു ദ വെഹിക്കിൾ തീറ്റ ഡിഗ്രി ചെരിയ എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതിന്റെ ഡെറിവേഷൻ ഏകദേശം ഒരേ മാതിരിയാവും ഫ്രിക്ഷൻ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ. നോക്കല്ലേ, നോക്കാം. ഇതിവിടെ ഇല്ല, ആര് മാത്രമേ ഉള്ളൂ? എൻ സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. അതാണ് mv²/r പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? എൻ സൈൻ തീറ്റ കാരണം എന്താ? നോർമല് ഈ ഡിറക്ഷനുമായിട്ടാണ് തീറ്റ ഡിഗ്രി ചെരിഞ്ഞത്. അപ്പൊ ഇവിടെ എൻ കോസ് തീറ്റയോ മറ്റേത് എൻ സൈൻ തീറ്റയോ. അപ്പൊ എൻ സൈൻ തീറ്റ ഒറ്റയ്ക്കാണ് mv²/r പ്രൊവൈഡ് ചെയ്യുന്നത്. ഇക്വേഷൻ ഞാൻ എഴുതി, mv²/r = എൻ സൈൻ തീറ്റ. അപ്പോ എൻ കോസ് തീറ്റ ഇത് mg. ഫ്രിക്ഷന്റെ റോളില്ല കേട്ടോ. അപ്പൊ ഈ കമ്പോണന്റിനെ മറന്നു വെച്ചാൽ മതി, അല്ലെങ്കിൽ തൽക്കാലം ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ mg ആര് ബാലൻസ് ചെയ്തു? എൻ കോസ് തീറ്റ ബാലൻസ് ചെയ്തു. ഫ്രിക്ഷൻ ഇല്ലാത്ത കണ്ടീഷൻ, വിത്തൗട്ട് ഫ്രിക്ഷൻ, കൺസിഡറിംഗ് ഫ്രിക്ഷൻ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി mg = n cos θ. നേരത്തെ മാതിരി തന്നെ
അപ്പോ എന്താ നമുക്ക് കിട്ടുക? 1/2 ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതില് mv²/r കിട്ടും, ഇതില് mg കിട്ടും. അപ്പൊ നമുക്ക് എന്താ mv²/r ഡിവൈഡഡ് ബൈ mg LHS വരും. ഇവിടെ n sin θ ബൈ n cos θ എന്ന് വരും. എന്നുകളും എമ്മും വെട്ടിപ്പോയാൽ ഇന്നലത്തെ മാതിരി തന്നെ നേരത്തെ നമ്മളെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ v²/rg is equal to tan θ. v² is equal to rg tan θ അല്ലെങ്കിൽ tan θ rg. v is equal to root of tan θ rg. ഓക്കെ, അപ്പൊ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്കിളിന്റെ കേസിൽ കണ്ടത് അല്ലേ? ഇതിവിടെ ഡിറൈവ് ചെയ്യാൻ പഠിക്കാൻ വല്ല പ്രയാസം ഉണ്ടാവും? ഇല്ല, കണ്ടീഷൻ മാറി. അവിടെ സൈക്കിൾ ചെരിച്ചു θ ഡിഗ്രി എങ്കിൽ ഇവിടെ റോഡ് ചെരിച്ചിട്ട് കാറ് θ ഡിഗ്രി ചെരിഞ്ഞു. സംഭവം നടക്കുന്ന രണ്ടും എഫക്റ്റീവ്ലി ഒരേ കാര്യമാണ് അല്ലെ? നമ്മൾ പഠിച്ചു ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപോസും. ആംഗിൾ ഓഫ് റീപോസിന്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനാണ് ആംഗിൾ ഓഫ് റീപോസ് അവിടെ പഠിച്ചിരുന്നത് അല്ലേ? ഒരു പ്ലാറ്റ്ഫോമിൽ ചെരിക്കുന്ന സമയത്തുള്ള ഒരു കണ്ടീഷൻ ആംഗിൾ ഓഫ് റീപോസ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് അവിടെ അതിന്റെ റോള് അല്ലെ? ഫ്രിക്ഷന്റെ റോളിലേക്ക് അയാൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അവിടെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് ഇപ്പൊ എന്തിനാന്നുള്ളത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആ പഴയ ക്ലാസ്സുകളൊന്നും റിവൈൻഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതെന്താ? ഫ്രിക്ഷൻ ഇല്ലാത്ത കേസല്ലേ? ഫ്രിക്ഷൻ എത്രയാണെങ്കിലും നമുക്ക് പറ്റില്ലാതെയാക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാലോ. അപ്പൊ ഫ്രിക്ഷൻ അവിടെ കയറി വരികയാണെങ്കിൽ നമുക്കറിയാം വാഹനത്തിന്റെ ടയർ, കാറോ ലോറി എന്തായിക്കോട്ടെ, വാഹനത്തിന്റെ ടയർ ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന് ഇങ്ങോട്ടാണ് സ്ലൈഡ് ചെയ്ത് പോകാൻ ടെൻഡൻസി ഉണ്ടാവുക. അപ്പൊ ഫ്രിക്ഷൻ സ്ലൈഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈ റോഡിലൂടെ നേരെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുക. സെന്ററിക്കാണോ? അല്ല അല്ലെ? ഇത് ബാങ്ക് ചെയ്ത റോഡാ, നേരത്തെ മാതിരിയല്ല. ഇതിങ്ങനെ ചെരിഞ്ഞു നിൽക്കുമ്പോ ഈ ടയർ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടായിരിക്കും ഫ്രിക്ഷൻ, ഈ ഡിറക്ഷനിൽ അല്ലെ? അപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഡിറക്ഷനുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റ ആയിരിക്കും അല്ലെ? അപ്പൊ ഫ്രിക്ഷന്റെ ഏത് കമ്പോണന്റ് ആണ് ഇവിടെ ഉണ്ടാവുക? ഇതാ ഫ്രിക്ഷന്റെ ഡിറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ടല്ല. അപ്പൊ ഇതാണ് ആ പോയിന്റ്. ഇവിടുന്ന് നമുക്ക് റിസോൾവ് ചെയ്യാം. ഒന്ന് ഈ ഡിറക്ഷനിലും ഒന്ന് താഴേക്കും അല്ലെ? ഈ ഡിറക്ഷനിലുള്ളത് ഏതാ? തീറ്റ ഡിഗ്രി മേക്ക് ചെയ്യുന്നത് ഇതുമായിട്ടല്ലേ? അപ്പൊ എഫ് എസിന്റെ കോസ് തീറ്റ കമ്പോണന്റ് അവിടെ ഉണ്ടാവുക അല്ലെ? താഴത്തേക്ക് ഉണ്ടാവുക സൈൻ തീറ്റ കമ്പോണന്റ്. റെഡി അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് പറയാം ഈ ഫ്രിക്ഷനെ കൂടെ പരിഗണിക്കുമ്പോൾ ഇവര് രണ്ടാളും കൂടെ എഫ് എസ് കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും കൂടെ ചേർന്നിട്ടാണ് mv²/r പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? ആ എൻ സൈൻ തീറ്റയ്ക്ക് ഒരു ഹെൽപ്പ് ഫ്രിക്ഷന്റെ അടുത്തും കൂടെ കിട്ടുകയാണ് അല്ലെ? അപ്പൊ എഫ് എസ് കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും കൂടെ ഒരേ ഡയറക്ഷനിൽ mv²/r പ്രൊവൈഡ് ചെയ്യും അല്ലെ? പക്ഷെ ഇവിടെ എം ജിന്റെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ടാവും? എഫ് എസ് സൈൻ തീറ്റയും കൂടെ ഉണ്ടാവും. എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റയാണ് എൻ കോസ് തീറ്റനെ ബാലൻസ് ചെയ്യണം. നേരെ തിരിച്ചു പറയാം, ഈ എഫ് എസ് സൈൻ തീറ്റ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ ആണ് എം ജിനെ ബാലൻസ് ചെയ്യുന്നത് അല്ലെ? എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റയില് ഈ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി എഫ് എസ് സൈൻ തീറ്റനെ ഇങ്ങോട്ട് കൊണ്ടുപോയി എം ജിനെ ഒറ്റയ്ക്കാക്കി അല്ലെ? അപ്പൊ എം ജി ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ മൈനസ് അങ്ങോട്ട് കൊണ്ടുപോയത് മൈനസ് എഫ് ഐ സൈൻ തീറ്റ. രണ്ട് ഇക്വേഷൻ നമുക്ക് എഴുതിയാലോ? നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താ വരിക? ഇക്വേഷൻ 1 mv²/r is equal to ആരൊക്കെയാ? n sin θ പ്ലസ് എഫ് എസ് കോസ് തീറ്റ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. രണ്ടാമത് എം ജി മാത്രം, അപ്പൊ ഇയാൾ അങ്ങോട്ട് പോയി, is equal to n cos θ മൈനസ് എഫ് എസ് സൈൻ തീറ്റ. നേരത്തെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? mv²/r ബൈ mg LHS. ഈ RHS n sin θ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഇത് ബൈ n cos θ മൈനസ് എഫ് എസ് സൈൻ തീറ്റ. കറക്റ്റ് അല്ലേ? ഇതില് എം ക്യാൻസൽ ആയി പോയി, നമുക്ക് നേരത്തെ v²/rg കിട്ടി. പക്ഷേ ഇത് സോൾവ് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ചെയ്യാണ് നമ്മള്. ഈ n cos θ എന്നുള്ള ടേം കൊണ്ട് ഈ ഭാഗത്തെ മേലും താഴെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം ഒരു ഇക്വേഷന്റെ മേലും താഴെയും ഒരേ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഇത് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ഉത്തരത്തിന് അല്ലെങ്കിൽ കൺസെപ്റ്റിൽ അത് മാറ്റും, ഉത്തരത്തിന് മാറ്റം വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ മേലത്തെ എല്ലാ ടേംസിനെയും n cos θ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിനോമിനേറ്ററത്തെ എല്ലാ ടേംസിനെയും n cos θ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാവുമ്പോ ആൻസറിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. നമുക്ക് എന്താ കിട്ടുക? v²/rg is equal to n sin θ by n cos θ plus fs cos θ by n cos θ.
ബൈ എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ. അല്ലേ? ഇതൊരു ഷോർട്ട് കട്ടാണ്, അല്ലെങ്കിൽ ഡെറിവേഷൻ ലെങ്ത് ആവും. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? എന്നുകൾ ക്യാൻസൽ ചെയ്യാം, കോസ് തീറ്റകൾ ക്യാൻസൽ ചെയ്യാം, ഇവിടെ എൻ കോസ് തീറ്റ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഒന്നും ക്യാൻസൽ ചെയ്യണ്ട. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ? അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ. അത് എഴുതി. എഫ് എസ് ബൈ എന്നോ മ്യൂ എസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഴുതിയിട്ടുണ്ട്, മ്യൂ എസ്. ഇനി എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ ഫുള്ള് വെട്ടിപ്പോയി, ബാക്കി 1 ആണ് ഉണ്ടാവുക. 1 മൈനസ് എഫ് എസ് ബൈ എന്ന് പറഞ്ഞ മ്യൂ എസും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പറഞ്ഞ ടാൻ തീറ്റ. അപ്പൊ മ്യൂ എസ് ടാൻ തീറ്റ. ക്ലിയർ അല്ലേ? ആണ്. അപ്പൊ നമുക്ക് v is equal to എങ്ങനെ എഴുതാം? അത് v സ്ക്വയർ അല്ലേ? സോറി, v സ്ക്വയർ is equal to എങ്ങനെ എഴുതാം? ഇത് v സ്ക്വയർ ബൈ ആർ ജി ആണ്. v സ്ക്വയർ എഴുതുമ്പോൾ ഈ ആർ ജി കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പൊ ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് പ്ലസ് പോയി, ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. അതിനെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതി ഇൻറ്റു ആർ ജി. ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാ. അപ്പൊ v കാണാൻ എന്ത് ചെയ്താൽ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ v is equal to റൂട്ട് ഓഫ് ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ, അത് ബ്രാക്കറ്റിൽ ഇൻറ്റു ആർ ജി. അല്ലെങ്കിൽ v is equal to റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വിത്ത് ഫ്രിക്ഷൻ അല്ലെ, ഫ്രിക്ഷനെ കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലുള്ള മാക്സിമം വെലോസിറ്റിന്റെ ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തു. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ ഒരു ബാങ്ക് റോഡിലൂടെ ഒരു വെഹിക്കിൾ പോവുകയാണെങ്കിൽ അല്ലെ, അതിന് അവിടെ പോസിബിൾ ആയ മാക്സിമം വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇതിൽ ഇത് വെച്ചിട്ടുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള, അതായത് ഫ്രിക്ഷൻ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാം. അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം. ബൈ.